ഈ സംവരണ പ്രക്ഷോഭത്തിന് പിന്നാലെ ബംഗ്ലാദേശിൽ കറൻസിയിൽ നിന്നും അവിടുത്തെ സ്ഥാപക നേതാവിൻ്റെ തന്നെ ചിത്രങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് പകരം ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ ഒരു മുസ്ലിം രാജ്യമാണ്. അവരുടെ ചിഹ്നങ്ങളും അതോടൊപ്പം തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹിന്ദു ക്ഷേത്രങ്ങളുടെ ചിഹ്നങ്ങളുമെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശിന് എന്തുകൊണ്ടായിരിക്കും ഈ മാറ്റം? അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്, അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മുജീബ് റഹ്മാൻ്റെ ചിത്രങ്ങൾ മാറ്റിയിട്ട് പകരം ഹിന്ദു ക്ഷേത്രങ്ങളുടെയും ബുദ്ധക്ഷേത്രങ്ങളുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പോരാതെ ഒരു അന്തരിച്ച പ്രശസ്ത ചിത്രകാരൻ സൈനുൽ അബൈദിൻ്റെ ചിത്രവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ മുജീബ് റഹ്മാൻ്റെ ചിത്രം അവർ ഒഴിവാക്കിയതിന് ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞല്ലോ, ചരിത്രപരമായ കാരണങ്ങളുണ്ട്. ഈ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഈ ഭരണമാറ്റം സംഭവിക്കാൻ കാരണം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ സംവരണ വിരുദ്ധ പ്രക്ഷോഭം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആണ് അവിടെ നടന്നത്. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സംവരണ വിരുദ്ധ പ്രക്ഷോഭം നടന്നെങ്കിലും അതിന് ഇന്ധനം നൽകിയത്, അതിന് ഏകോപിപ്പിച്ചത്, അത് ആസൂത്രണം ചെയ്തത് ഒക്കെ ജമാഅത്തെ ഇസ്ലാമിയാണ്. കഴിഞ്ഞ ദിവസം നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി പുറത്തു വന്നു. നമ്മളത് ചർച്ച ചെയ്തതാണ്. ഈ ബംഗ്ലാദേശിലെ ഈ ഭരണ അട്ടിമറി, ഈ ഭരണമാറ്റം എന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീനയെ അവിടുന്ന് നിഷ്കാസിതയാക്കി പകരം അവിടെ ഈ മുഹമ്മദ് യൂനസിൻ്റെ പാവ സർക്കാരിനെ കൊണ്ടുവന്നു. ഈ പാവ സർക്കാരിനെ കൊണ്ടുവന്നതിൻ്റെ പുറകിൽ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭവും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ ഉണ്ടെങ്കിലും അത് ആസൂത്രണം ചെയ്തതും അതിന് ആളും അർത്ഥവും നൽകി സഹായിച്ചതും ഞങ്ങളാണ് എന്ന് പറഞ്ഞ് സെയ്ഫുള്ള കസൂരി, പാക് ഭീകരനായ സെയ്ഫുള്ള കസൂരി, ഹാഫിസ് സെയ്ദിൻ്റെയും മസൂദ് അസറിൻ്റെയും ഒക്കെ വലങ്കയ്യായ ഹിസ്ബുൾ മുജാഹിദീൻ്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ഒക്കെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലഷ്കറിൻ്റെ കമാൻഡർ കൂടിയായ, ഡെപ്യൂട്ടി കമാൻഡർ കൂടിയായ സെയ്ഫുള്ള കസൂരി രംഗത്ത് വന്നിരുന്നു. അയാൾ അവകാശപ്പെട്ടത് ഈ ബംഗ്ലാദേശിലെ ഭരണമാറ്റത്തിന് കാരണം ഞങ്ങളാണ്, ഞങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം ഇന്ത്യയിൽ നിന്ന് നിരവധി കുഴപ്പങ്ങൾ ഇന്ത്യയിൽ സൃഷ്ടിച്ച് ഇന്ത്യയെ ബ്ലീഡ് ചെയ്യിക്കുക, ഇന്ത്യയിൽ നിന്ന് രക്തം ചൊരിയുക എന്നുള്ളതാണ് എന്ന് ഈ സെയ്ഫുള്ള കസൂരി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിലെ ഭരണ അട്ടിമറി വെറും ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ വെളിച്ചത്തിൽ ഉണ്ടായതല്ല, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതല്ല എന്ന് തന്നെയാണ്. മറിച്ച് അതിന് ഈ ജമാഅത്ത് ഇസ്ലാമി അത് ബംഗ്ലാദേശിൽ അത് നടപ്പാക്കുമ്പോൾ അതിൻ്റെ പുറകിൽ പാക് കൈകൾ പ്രവർത്തിച്ചിരുന്നു, ഭീകരന്മാരുടെ കൈകൾ പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. നമുക്കറിയാം, ബംഗ്ലാദേശിൽ ഈ പറയുന്നത് പോലെ ഈസ്റ്റ് പാകിസ്ഥാൻ എന്നും വെസ്റ്റ് പാകിസ്ഥാൻ എന്നും 1947 വെട്ടിമുറിച്ച ഈ ഇന്ത്യയുടെ രണ്ട് ഭാഗങ്ങൾ, കിഴക്കും പടിഞ്ഞാറുമുള്ള രണ്ട് പുതിയ രാഷ്ട്രങ്ങളായി മാറി, ഒരു പുതിയ രാഷ്ട്രമായി മാറി. അന്ന് അത് ഒരുമിച്ച് കിടക്കുകയാണ്, ഈസ്റ്റ് പാകിസ്ഥാൻ, വെസ്റ്റ് പാകിസ്ഥാൻ. അവിടെ നിന്ന് 1971 ഇന്ദിരാഗാന്ധി, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇടപെട്ടിട്ടാണ് ഈ ഈസ്റ്റ് പാകിസ്ഥാനെ വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിച്ച് ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കി മാറ്റുന്നത്. അതിന് കാരണം അവർ ഉറുദു അംഗീകരിക്കാൻ തയ്യാറല്ല. അവർ വെസ്റ്റ് പാകിസ്ഥാൻ്റെ തിട്ടൂരങ്ങൾ, ഉത്തരവുകൾ, അവരുടെ നിർദ്ദേശങ്ങൾ ഒക്കെ ഈസ്റ്റ് പാകിസ്ഥാനെ സംബന്ധിച്ച് സാംസ്കാരികമായും സാമൂഹികമായും ഒക്കെ വലിയ അന്തരമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെസ്റ്റ് പാകിസ്ഥാൻ്റെ, നമ്മുടെ ഇന്നത്തെ പാകിസ്ഥാൻ്റെ നിർദ്ദേശങ്ങളും ഉത്തരവുകളും അംഗീകരിക്കാനും അനുസരിക്കാനും ഈ ഈസ്റ്റ് പാകിസ്ഥാനിലെ ജനങ്ങൾ ബംഗ്ലാ ഭാഷ സംസാരിക്കുന്ന, ബംഗ്ലാ സംസ്കാരം, വംഗ സംസ്കാരം പേറുന്ന ആ ജനത തയ്യാറായിരുന്നില്ല. അവർ വലിയ രീതിയിൽ അവിടെ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. നമുക്കറിയാം, ഈ ഭാഷാ ന്യൂനപക്ഷങ്ങൾ, അതുപോലെ തന്നെ ഈ സാമൂഹിക സാംസ്കാരികമായ വ്യത്യാസങ്ങളുള്ളവർ എപ്പോഴും വേറിട്ട് നിൽക്കാൻ ആഗ്രഹിക്കും. അങ്ങനെയാണല്ലോ മതത്തിൻ്റെ അടിസ്ഥാനത്തിലും നമ്മുടെ രാജ്യം വെട്ടിമുറിക്കപ്പെട്ടത് 47-ൽ. ഇവിടെ ബംഗ്ലാദേശിലും അതുതന്നെ സംഭവിച്ചു. ഈസ്റ്റ് പാകിസ്ഥാനിലും മുജീബ് റഹ്മാൻ എന്ന ഒരു നേതാവിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം അവിടെ ആരംഭിച്ചു. ആ പ്രക്ഷോഭത്തെ മറികടക്കാൻ ഈ വെസ്റ്റ് പാകിസ്ഥാൻ, ഇന്നത്തെ പാകിസ്ഥാൻ, അന്നത്തെ അവിടെ ഭരണാധികാരിയായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയുടെ നേതൃത്വത്തിൽ വലിയ പരിശ്രമങ്ങൾ നടന്നു, വലിയ അടിച്ചമർത്തലുകൾ നടന്നു. പാക് പട്ടാളം ഈ പറയുന്ന ഈസ്റ്റ് പാകിസ്ഥാനിൽ, ഇന്നത്തെ ബംഗ്ലാദേശിൽ
വലിയ ക്രൂരതകളാണ് നടത്തിയത്. തൽഫലമായി അവിടെ നിന്ന് വലിയ തോതിൽ അഭയാർത്ഥി പ്രവാഹമുണ്ടായി ഇന്ത്യയിലേക്ക്. ഈ അഭയാർത്ഥികൾ ഈ നമ്മുടെ ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിലേക്കും അതുപോലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുമൊക്കെ വലിയ തോതിൽ പലായനം ചെയ്തു. അവർ അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കപ്പെട്ടു, അവരുടെ നിരവധി ആൾക്കാരെ കൊല ചെയ്തു, അതുപോലെ സ്ത്രീകളെ മാനഭംഗം ചെയ്തു. കൂട്ടബലാത്സംഗമാണ് അവിടെ പല സ്ഥലത്തും അരങ്ങേറിയത്. ആയിരക്കണക്കിന് സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരയായി. അവർ നിവൃത്തികെട്ട് ഉള്ള ജീവനും കയ്യിൽ പിടിച്ച് അവർ പലായനം ചെയ്തു. ഈ പലായനം ക്രമാതീതമായപ്പോൾ ഇന്ത്യക്ക് ഇത് താങ്ങാനായില്ല. അങ്ങനെയാണ് ഇന്ത്യ ഈ ബംഗ്ലാദേശ് വിഷയത്തിൽ ഇടപെടുന്നതും മുജീബ് റഹ്മാനെ മോചിപ്പിക്കാൻ വലിയ സമ്മർദ്ദം ചെലുത്തുന്നതും അതൊരു യുദ്ധത്തിൽ കലാശിക്കുകയും പാകിസ്ഥാൻ തോൽക്കുകയും ഇന്ത്യക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങുകയും ചെയ്തു. ആ കീഴടങ്ങിയതിന്റെ ഫലമായിട്ടാണ് അതോടൊപ്പം നാം ഇതെല്ലാം ഹിന്ദു ക്ഷേത്രം ഉൾപ്പെടുത്തി എന്ന് പറയുമ്പോൾ സംവരണ പ്രക്ഷോഭത്തിന് പിന്നാലെ നാം അവിടെ ഹിന്ദു വേട്ട തന്നെ കണ്ടിരുന്നു. അവിടെ സന്യാസി അറസ്റ്റ് ചെയ്യുന്നു, അദ്ദേഹം ഇപ്പോൾ പുറത്തു വന്നു എന്ന് തന്നെ നമുക്ക് വ്യക്തതയില്ല. ആ രീതിയിലേക്ക് അന്ന് ഇസ്കോണ്ട് ആശ്രമങ്ങൾ ആക്രമിക്കുന്നു, വലിയ രീതിയിലുള്ള വേട്ട ഉണ്ടല്ലോ. അങ്ങനെ ഒരു സർക്കാർ അതിനെതിരെ ഒരു പ്രതിഷേധം നാം ആ സമയത്തൊന്നും കണ്ടിട്ടില്ല. ഇന്ത്യയുടെ ഭാഗത്തു നിന്നല്ല വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയെങ്കിൽ അതൊന്നും വലിയ ഗൗരവകരമായി എടുക്കുവാൻ അവിടെ സർക്കാർ തയ്യാറായില്ല. പക്ഷെ ആ സർക്കാരാണ് ഇപ്പോൾ കറൻസിയിൽ ഇത്തരം അതിലേക്ക് വരുന്നു. അപ്പോൾ അന്ന് ഈ പ്രക്ഷോഭമെല്ലാം ഉണ്ടായി. ബംഗ്ലാദേശിന്റെ മോചനത്തിൽ കലാശിച്ചു. മുജീബ് റഹ്മാനെ ഈ വെസ്റ്റ് പാകിസ്ഥാനിൽ തടങ്കലിലായിരുന്ന മുജീബ് റഹ്മാനെ മോചിപ്പിച്ചു. അയാളെ ഇവിടെ കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പുതിയ രാഷ്ട്രമുണ്ടായി. അങ്ങനെ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവായിട്ട് മുജീബ് റഹ്മാൻ മാറി. പക്ഷേ പാകിസ്ഥാൻ ഒരു കാലത്തും ഈ മുറിവ് അവർക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. കാരണം ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഈ ബംഗ്ലാദേശിനെ മോചിപ്പിച്ചൊരു പുതിയ രാഷ്ട്രമാക്കിയത് വെസ്റ്റ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനത്തിനേറ്റ ഒരു മുറിവാണ്. അതുകൊണ്ട് തന്നെ അതിന് പകരം വീട്ടാൻ അവർ ശ്രമിക്കും, എല്ലാ കാലത്തും ശ്രമിച്ചിരുന്നു. നിരവധി പട്ടാള അട്ടിമറികൾ ബംഗ്ലാദേശിൽ ഉണ്ടായെങ്കിലും അവിടുത്തെ ജനാധിപത്യം സമ്പൂർണ്ണമായിട്ടും നശിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിലേക്കാണ് ചെന്നെത്തി നിൽക്കുന്നത്. ഈ യൂനസിൻ്റെ നേതൃത്വത്തിൽ, മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിൽ ഒരു പാവ സർക്കാർ അവിടെ വന്നിരിക്കുന്നു. അതിനെ നിയന്ത്രിക്കുന്നത് വാസ്തവത്തിൽ പാകിസ്ഥാനിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭീകര സംഘടനകളാണ് എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ മുജീബ് റഹ്മാൻ്റെ ചിത്രം മാറ്റി പുതിയ കറൻസി അവിടെ കൊണ്ടുവരുന്നതിനെ നമ്മൾ കാണേണ്ടത്. അപ്പോൾ മുജീബ് റഹ്മാനുമായി ബന്ധപ്പെട്ട ഒരടയാളങ്ങളും കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് മുജീബ് റഹ്മാൻ്റെ പ്രതിമ തകർത്ത കാഴ്ച നമ്മൾ കണ്ടു. ആ പ്രതിമയ്ക്ക് മേൽ ആൾക്കാർ, ഈ പ്രക്ഷോഭകാരികൾ മൂത്രമൊഴിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഇതിനെ കാണാൻ. അങ്ങനെ മുജീബ് റഹ്മാനുമായി ബന്ധപ്പെട്ട അടയാളങ്ങൾ മുഴുവനും, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ അവിടെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വലിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. അവർക്ക് വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് അവിടെ ചുമത്തിയിരിക്കുന്നത്. അവരെ കയ്യിൽ കിട്ടിയാൽ തീർച്ചയായിട്ടും ഈ ഇന്നത്തെ ബംഗ്ലാദേശ് ഭരണകൂടം അവരെ കുറ്റവിചാരണ നടത്തി, യുദ്ധത്തടവുകാരിയാക്കി കുറ്റവിചാരണ നടത്തി അവർക്ക് വധശിക്ഷ നൽകുമെന്ന് തീർച്ചയാണ്. അപ്പോൾ മുജീബ് റഹ്മാനുമായി ബന്ധപ്പെട്ട ഒരടയാളങ്ങളും ഇനി ഉണ്ടാകാൻ പാടില്ല. അതാണ് അവരുടെ തീരുമാനം. അതിന് പകരം അവർ ബംഗ്ലാദേശ് ഒരു ബഹുസ്വര സമൂഹമാണ്, ഞങ്ങൾ മതേതര രാഷ്ട്രമാണ് എന്ന്, കാരണം ഈ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സ്വീകാര്യത കിട്ടണമെങ്കിൽ എല്ലാറ്റിനെയും അംഗീകരിക്കുന്ന ഒരു മനോഭാവം വരണം, എല്ലാറ്റിനെയും അംഗീകരിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ബുദ്ധ ഹിന്ദു ക്ഷേത്രങ്ങളുടെ ചിത്രങ്ങളും മറ്റും അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അതുപോലൊരു ചിത്രകാരനായ ഈ പറയുന്നത് പോലെ സൈനുൾ അബൈദിൻ്റെ ചിത്രം ഉൾപ്പെടുത്തുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മത നിയമങ്ങൾ അനുസരിച്ച് ചിത്രം, ഈ സംഗീതം, കല ഒക്കെ പാപമാണ്, ഹറാമാണ്. അതിനെ അവർ അംഗീകരിക്കുന്നില്ല. പക്ഷേ ബംഗ്ലാദേശ് അങ്ങനെയൊന്നുമല്ല. ഒരു നവ ലിബറൽ രാഷ്ട്രമാണ്. എല്ലാ സ്വാതന്ത്ര്യവും ഞങ്ങൾ ഇവിടെ നൽകുന്നു, ഞങ്ങൾ എല്ലാവരെയും അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യാനാണ്, സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ ഒരു ആഖ്യാനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ സൈനുൾ അബൈദിൻ്റെ ചിത്രം ഉൾപ്പെടെ അതിനകത്ത് ഉൾപ്പെടുത്താൻ, കറൻസിയിൽ ഉൾപ്പെടുത്താൻ അവർ തയ്യാറായിരിക്കുന്നത്. അല്ലാതെ അവരെ സംബന്ധിച്ച് ഇതിനകത്ത് ഈ മുജീബ് റഹ്മാനുമായി ബന്ധപ്പെട്ട ആ ചരിത്രം, ആ ഒരു ഇതിഹാസം തന്നെ അവർ ഭയപ്പെടുന്നു. അതിനെ ഇല്ലാതാക്കാനാണ് ശ്രമം. അത് ജമാഅത്ത് ഇസ്ലാമിയും ഈ വിദ്യാർത്ഥി പ്രക്ഷോഭവും സംവരണ വിരുദ്ധ പ്രക്ഷോഭവും മാത്രമല്ല, അതിൻ്റെ പുറകിലിരിക്കുന്ന പാകിസ്ഥാൻ്റെ കൈകൾ വരെ ഇതിനകത്ത് ഉണ്ട്.
ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുഹമ്മദ് യൂനസിൻ്റെ പാവ സർക്കാർ തീർച്ചയായിട്ടും ഈ മുജീബ് റഹ്മാനുമായി ബന്ധപ്പെട്ട എല്ലാ അടയാളങ്ങളും എല്ലാ ശേഷിപ്പുകളും അവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യും, ബംഗ്ലാദേശിൽ നിന്ന് ഇല്ലായ്മ ചെയ്യും. എന്നിട്ട് ബംഗ്ലാദേശിനെ വളരെ കൃത്യമായിട്ട് ഒരു ഭാവിയിൽ ഒരു മത നിയമങ്ങൾ അനുസരിക്കുന്ന ഒരു മതരാഷ്ട്രമാക്കി മാറ്റും എന്നുള്ളതാണ് ഈ കറൻസിയിലെ മാറ്റം വ്യക്തമാക്കുന്നത്.